പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ MTയുടെ അമ്മയ്ക്ക് എന്ന ഉപപാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ MTയുടെ മനോഹരമായ ആ ബാല്യകാലത്തെക്കുറിച്ചും യൗവനത്തെക്കുറിച്ചും അതുപോലെ MTA എന്ന ഒരു കഥാകാരനെ രൂപപ്പെടുത്തിയതിൽ പ്രകൃതിക്ക് ഉണ്ടായ പങ്കിനെ കുറിച്ചുമെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് MTയുടെ അമ്മയ്ക്ക് എന്നുള്ളതിൽ നിന്നും അവസാന ഭാഗമാണ് പുസ്തകങ്ങൾക്ക് പാർക്കാനൊരിടം, നമ്മുടെ തൃശ്ശൂരിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ് ഇനി പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് വായിക്കുക. ഉപപാഠമാണ്, ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ നന്നായിട്ട് കാണണം. നമുക്ക് നോക്കാം. പുസ്തകങ്ങൾക്ക് പാർക്കാൻ ഒരിടം. തൃശ്ശൂർ അന്നും ഇന്നും ആഭരണക്കടകൾക്ക് പേരുകേട്ട നഗരമാണ്. സ്വർണ്ണ ആഭരണങ്ങൾ ചിലപ്പോൾ തൃശ്ശൂർ റൗണ്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നിറയെ ജ്വല്ലറികൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങണത് റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ അവിടെ നിന്ന് അതിൻ്റെ ആഭരണങ്ങൾ നോക്കാനായിട്ട് തോന്നും. അപ്പോൾ തൃശ്ശൂർ സ്വർണ്ണാഭരണങ്ങളുടെ ഒരു കലവറ തന്നെയാണെന്ന് പറയും. തൃശ്ശൂർ എന്ന നഗരം സാംസ്കാരിക നഗരം എന്നാണ് അറിയപ്പെടുന്നത്, അല്ലേ? അവിടെ സാഹിത്യ അക്കാദമി ഉണ്ട്, ലളിതകലാ അക്കാദമി ഉണ്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്, അല്ലേ? നാടകത്തിൻ്റെ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ജവഹർ ബാലഭവനുണ്ട്, എത്രയോ. അതുകൊണ്ടൊക്കെ തന്നെ അതിനെ സാംസ്കാരിക നഗരി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, സ്വർണത്തിൻ്റെ നഗരം കൂടിയാണ് തൃശ്ശൂർ. തൃശ്ശൂർ അന്നും ഇന്നും ആഭരണക്കടകൾക്ക് പേരുകേട്ട നഗരമാണ്. അന്നത്തെ സ്ഥാപനങ്ങളും പരസ്യം ചെയ്തിരുന്നു. അടിയിൽ സൗജന്യ കാറ്റലോഗിന് എഴുതുക എന്ന് ഒരു വാചകം ഉണ്ടാവും. തപാൽ ഓഫീസിൽ വൈകുന്നേരം പോകുന്നത് എൻ്റെ ജോലിയായിരുന്നത്. കുട്ടിയായ എൻ്റെ വിലാസത്തിൽ ഒന്നും വരുന്നില്ലല്ലോ എന്ന് ഖേദിച്ചിരിക്കുമ്പോഴാണ് ഈ പരസ്യങ്ങൾ കാണുന്നത്. ഒരു കാർഡ് അയച്ചു. കുട്ടിയുടെ കൈയക്ഷരം കണ്ടാൽ അയക്കുമോ? ഏതാനും ദിവസങ്ങൾക്കകം ഉണ്ണിയാട്ടിൽ കുട്ടൻ മേനോൻ കമ്പനിയുടെ കനത്ത കാറ്റലോഗ് എൻ്റെ വിലാസത്തിൽ വരുന്നു. അപ്പോൾ പരസ്യത്തിലുണ്ടാവും, സ്വർണ്ണക്കടകളുടെ പരസ്യത്തിൽ ഇതാണ് സൗജന്യ കാറ്റലോഗിന് ഒന്ന് എഴുതിയാൽ മതി, അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അയച്ചു തരുന്നു. അപ്പോൾ ഇത് കുട്ടിയായതുകൊണ്ട് തിരിച്ചയക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കുട്ടിയുടെ കൈയക്ഷരം കണ്ടു കഴിഞ്ഞാൽ അവരയക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും അവർ അയച്ചു. ഒരു കനത്ത കവറ് കയ്യിൽ കിട്ടി. ഏതാനും ദിവസങ്ങൾക്കകം ഉണ്ണിയാട്ടിൽ കുട്ടൻ മേനോൻ കമ്പനിയുടെ കനത്ത കാറ്റലോഗ് എൻ്റെ വിലാസത്തിൽ വരുന്നു. സ്വർണ്ണാഭരണങ്ങളുടെ ചിത്രങ്ങളുള്ള കാറ്റലോഗ്. സ്ത്രീകൾക്കിടയിൽ അത് പ്രചരിച്ചു. ഭാവിയിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു രേഖയായി ആരുടെയോ പെട്ടിയിൽ സ്ഥലം പിടിച്ചു. ഞങ്ങളുടെ ഗ്രാമപ്രദേശത്തിന് ബന്ധമുള്ള 2 നഗരങ്ങളായിരുന്നു പാലക്കാടും കോഴിക്കോടും. അച്ഛൻ്റെ വീടുള്ള പുനിയൂർ കുളത്തുകാർക്ക് വിസ്മയ നഗരം തൃശ്ശൂരാണ്. എനിക്കും തൃശ്ശൂർ കാണുമെന്നായിരുന്നു ആഗ്രഹം. കാരണം തൃശ്ശൂരിലെ മൃഗശാലയും മ്യൂസിയവും കണ്ട ചില കുട്ടികൾ അത്ഭുതങ്ങൾ വർണ്ണിച്ചിരുന്നു. അവിടെ മാത്രമാണ് രാജവെമ്പാല എന്ന അപൂർവ സർപ്പമുള്ളത്. വലിയേട്ടൻ പലപ്പാട് ഹൈസ്കൂളിൽ അധ്യാപകനായി. നമ്മുടെ തൊട്ടടുത്ത നാൾ കഴിഞ്ഞ ചാപ്റ്ററിലുണ്ടായിരുന്നു, അല്ലേ? അവിടെ താമസം തുടങ്ങിയപ്പോൾ ഒരു ശനിയും ഞായറും കുട്ടികൾ അങ്ങോട്ട് വരട്ടെ എന്നറിയിച്ചു. ഞങ്ങൾ 3 അനുജന്മാർ വലപ്പാട്ടേക്ക്. തൃശ്ശൂരിൽ ഇറങ്ങി കാഴ്ച ബംഗ്ലാവ് കണ്ട ശേഷമാണ് വലപ്പാട്ടേക്കുള്ള ബസ്സിൽ കയറുന്നത്. കുറച്ചുകൂടി മുതിർന്നപ്പോൾ തൃശ്ശൂരിനോടുള്ള ആകർഷണം അവിടെ മംഗളോദയത്തിൻ്റെ തണലിൽ മംഗളോദയം പ്രസ്സാണ്. മംഗളോദയത്തിൻ്റെ തണലിൽ പല പ്രശസ്തരായ എഴുത്തുകാരും താമസിക്കുന്നുവെന്ന അറിവ് കൊണ്ടുണ്ടായതായിരുന്നു. അപ്പോൾ മംഗളോദയം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരണശാല അതാണ് വലിയൊരു ആകർഷണമായി തീർന്നത്. അതിൻ്റെ തണലിലാണ് പല എഴുത്തുകാരും അവരുടെ പുസ്തകങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചത് ഈ മംഗളോദയത്തിലാണ്. ചങ്ങമ്പുഴ തൃശ്ശൂരിലുണ്ട്. രമണന്റെ വരികൾ ഗ്രാമങ്ങളിലെല്ലാം പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്ന കാലം. നമ്മൾ അന്നത്തെ ഒരു കാലം, രമണനിലെ ആ വരികൾ എല്ലാവരും വായിക്കാൻ അറിയുന്നവരും അറിയാത്തവരും, ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല, എന്നാലും ആ വരികൾ എന്തായിരുന്നു? കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല നമ്മെ നമ്മൾ
അങ്ങനെയുള്ള ആ പാട്ട് എല്ലാവരുടെ ചുണ്ടിലും തത്തി കളിച്ചിരുന്ന ഒന്നാണ് ചങ്ങമ്പുഴയുടെ രമണൻ. ഇപ്പോഴും പല പാട്ടുകളും നമുക്ക്, പല കവിതകളും നമുക്ക് ഓർമ്മയിൽ വരാറുണ്ട് അല്ലേ? ONVയുടെ ഗോതമ്പ് മണികള് നമുക്ക് ഓർമ്മ വരും അല്ലേ? ഗോതമ്പ കതിരിൻ്റെ നിറമാണ് എന്നുള്ള ആ ഒരു വരികളുണ്ടല്ലോ. അതുപോലെ ഒരുപാട് കവിതകളിൽ ഇപ്പോൾ മുരുകൻ കാട്ടാക്കുടയുടെ തന്നെ കണ്ണടകൾ വേണം ഉള്ള വരികൾ, പല കവിതകളും ഇപ്പോഴും ചുണ്ടിൽ തത്തി കളിക്കുന്നുണ്ട്. എന്നാൽ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും യുവാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ ചുണ്ടിലുള്ള ഒരു കവിതയാണ് ഈ കാനന ഛായയിൽ ആടുമേക്കാൻ എന്നുള്ളത്. ഒരു സിനിമയിൽ തന്നെയുണ്ട് അല്ലേ ആ വരികൾ കൊണ്ടുപോകുന്ന നാടകമാക്കിയിട്ട്. അപ്പോൾ അത്രയും പ്രസിദ്ധി ആർജിച്ച ഒരു കവിതയായിരുന്നു ചങ്ങമ്പുഴയുടെ രമണൻ. ചങ്ങമ്പുഴ തൃശ്ശൂരിലുണ്ട്. രമണന്റെ വരികൾ ഗ്രാമങ്ങളിലെല്ലാം പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്ന കാലം. ബഷീർ അവിടെ താമസിക്കുന്നു. തകഴിയും ദേവും മറ്റും അവിടെ ഇടയ്ക്കിടെ താവളമാക്കുന്നു. മുണ്ടശ്ശേരിയുടെ ആസ്ഥാന നഗരം. മുണ്ടശ്ശേരി എഴുത്തുകാരനായിരുന്നും വിമർശകനായിരുന്നു, മന്ത്രിയായിരുന്നു, കണ്ടശങ്കടവുകാരനാണ്. അങ്ങനെയുള്ളൊരു പ്രത്യേകതയുണ്ട്. മുണ്ടശ്ശേരിയുടെ ആസ്ഥാന നഗരം. അപ്പൻ തമ്പുരാന്റെ പ്രഭാവലയത്തെ പറ്റിയും അവ്യക്തമായി അറിയാം. അപ്പൻ തമ്പുരാൻ എന്ന സാഹിത്യകാരൻ. അപ്പൻ തമ്പുരാൻ സ്മാരകമുണ്ട് തൃശ്ശൂർ. അത് സാഹിത്യ അക്കാദമി ലൈബ്രറിയുടെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണെന്ന്. മലയാളത്തിലെ എല്ലാ പ്രമുഖ എഴുത്തുകാരുടെയും കൃതികൾ പ്രസിദ്ധീകരിച്ചിരുന്നത് മംഗളോദയമായിരുന്നു. പിൽക്കാലത്ത് ബഷീറും മറ്റും എഴുതിയിട്ടുണ്ട് ഇക്കാര്യം. AKTKM വാസുദേവൻ നമ്പൂതിരിപ്പാട് ഒരു പ്രസാധകൻ മാത്രമല്ല, എഴുത്തുകാരുടെയൊക്കെ രക്ഷാകർത്താവ് കൂടിയായിരുന്നുവെന്ന് അന്ന് ഒരിക്കൽ ബഷീർ പോലും എഴുതിയിട്ടുണ്ട്. ഈ വാസുദേവൻ നമ്പൂതിരിപ്പാട് മംഗളോദയത്തിലെ അദ്ദേഹം എഴുത്തുകാരുടെയൊക്കെ ഒരു രക്ഷാകർത്താവ് കൂടിയായിരുന്നു. പലരും തൃശ്ശൂരിൽ വന്ന് താമസിച്ചിരുന്നത് ഈ ആത്മബന്ധം കൊണ്ടായിരുന്നു. മംഗളോദയത്തിന്റെ പുസ്തക പട്ടിക എത്ര നേരം വേണമെങ്കിലും നോക്കിയിരിക്കും. ആരാധന തോന്നിയ എല്ലാവരുടെയും കൃതികൾ അതിലുണ്ട്. പുസ്തകങ്ങളെ അത്രയധികം സ്നേഹിച്ചിരുന്ന ആളാണ് അല്ലെ. കുറച്ച് പൈസ കിട്ടിയപ്പോഴേക്കും അതില് പുസ്തകങ്ങൾ ഏതൊക്കെ പുസ്തകങ്ങൾ വേണം എന്ന് നോക്കുകയാണ് ചെയ്തത്. കുറെയെങ്കിലും വാങ്ങാൻ എന്തു വഴി? അപ്പോഴാണ് 10ാം ക്ലാസ്സിൽ വെച്ച് എനിക്കൊരു സ്കോളർഷിപ്പ് കിട്ടുന്നത്. അതുപയോഗിച്ച് പുസ്തകങ്ങൾ വാങ്ങാൻ എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ MT N നായരും ഞാനും കൂടി ദിവസങ്ങളോളം ഇരുന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ചങ്ങമ്പുഴയുടെ പുസ്തകങ്ങൾ മിക്കതിനും 8 അണ വിലയേയുള്ളൂ. ജിയുടെ നാടകം ഇരുട്ടുന്നതിന് മുൻപ് വില 8 അണ. ബഷീറിന്റെ അനർഘ നിമിഷത്തിന് 1 ഉറുപ്പിക. തകഴിയുടെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അല്ലെ, ബഷീറിന്റെ അനർഘ നിമിഷം. 1 ഉറുപ്പിക, 8 അണ. ഇതൊക്കെയാണ് പുസ്തകത്തിന്റെ അന്നത്തെ വില കേട്ടോ. അന്ന് പൈസയുടെ മൂല്യം വളരെ കൂടുതലാണ്. ആളുകളുടെ കയ്യിൽ പൈസയും ഇല്ല. 2 ഉറുപ്പിക വില വരുന്ന കൃതികളെ മാറ്റി നിർത്തി നീണ്ട ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. പുസ്തകങ്ങൾ വരുത്തുന്ന ചുമതല ജ്യേഷ്ഠൻ ഏറ്റെടുത്തു. ഞങ്ങളുടെ കുടുംബ ലൈബ്രറിയിൽ ഈ പുസ്തകങ്ങൾ വളരെ കാലമുണ്ടായിരുന്നു. SSLC കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിലെ കേരളവർമ്മ കോളേജിൽ ചേരാൻ ആഗ്രഹിച്ചു. എഴുത്തുകാരനാവാൻ നോമ്പ് നോറ്റിരിക്കുന്ന ഒരു കുട്ടിക്ക് തൃശ്ശൂരിൽ എത്തിയേ മതിയാവൂ. NV കൃഷ്ണവാര്യരാണ്. NV കൃഷ്ണവാര്യരുടെ കവിതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എലികൾ ഒക്കെ NV കൃഷ്ണവാര്യരുടെയാണ്. NV കൃഷ്ണവാര്യരാണ് മലയാളം പഠിപ്പിക്കുന്നത്. 10ാം ക്ലാസ്സിൽ എനിക്ക് ജനറൽ പ്രൊഫിഷ്യൻസിക്ക് സമ്മാനം കിട്ടിയ സാഹിത്യ ദർശനത്തിന്റെ കർത്താവ് EK നാരായണൻ പോറ്റിയും അവിടെ തന്നെ. പ്രൊഫസർ ശങ്കരൻ നമ്പ്യാർ പ്രിൻസിപ്പൽ. പക്ഷേ എന്നെ കോളേജിൽ അയക്കാൻ കഴിയുമോ എന്ന കാര്യം വീട്ടുകാർ ചർച്ച ചെയ്യുകയായിരുന്നു. സാമ്പത്തിക പ്രശ്നം തന്നെ അല്ലേ കാരണം. ആരും വ്യക്തമായി ഒന്നും പറയുന്നില്ല. സാമ്പത്തിക പരാധീനത തന്നെ കാരണം. അവസാനം സ്വന്തം നിലയ്ക്ക് തൃശ്ശൂരിൽ പോയി കേരളവർമ്മ കണ്ടുപിടിച്ചു. NV കൃഷ്ണവാര്യരെ അന്വേഷിച്ചു. അദ്ദേഹം സ്ഥലത്തില്ല. കോളേജിൽ ഒരു അന്വേഷണം നടത്തിയപ്പോൾ അഡ്മിഷൻ കഴിഞ്ഞിരിക്കുന്നു.
ഞാൻ മടങ്ങിപ്പോകുമ്പോൾ മംഗളോദയത്തിൽ കയറി പുസ്തകങ്ങളൊക്കെ കുറേ നേരം നോക്കി നിന്നു. ബസ്സുകൂലി മാത്രം കയ്യിലുള്ളത് കൊണ്ട് ഒന്നും വാങ്ങാതെ സ്റ്റാൻഡിലേക്ക് നടന്നു. ഒരു കഷ്ടമാണ് അല്ലേ? ഒരു പുസ്തകങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്ന ആൾ പുസ്തകങ്ങളൊക്കെ കുറേ നേരം നോക്കി നിന്നിട്ട് ഇങ്ങോട്ട് പോരുക. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ബുക്ക് എക്സിബിഷനൊക്കെ ഉണ്ട്. നമുക്ക് പുസ്തകങ്ങളെല്ലാം കാണാം, വായിച്ചു നോക്കാം. നമുക്ക് കിട്ടുന്ന പൈസക്കനുസരിച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോരുകയൊക്കെ ചെയ്യാം. തൃശ്ശൂർ അങ്ങാടിയിലെ കച്ചവടക്കാരുടെ നർമ്മത്തെപ്പറ്റി VKN പല കഥകളും പറഞ്ഞിട്ടുണ്ട്. VKN ഏറ്റവും നർമ്മകുശലനായിട്ടുള്ള എഴുത്തുകാരനാണ് VKN. തൃശ്ശൂർ ഭാഷ സിനിമയിൽ ഹാസ്യപ്രകടനത്തിന്റെ ഭാഗമായി ആ ഭാഷയുടെ പരുഷഭാവവും ഭംഗിയും നർമ്മവും ഈ അടുത്ത കാലത്ത് സാറാ ജോസഫിന്റെ അലാഹയുടെ പെൺമക്കളിൽ ശരിക്കും ആസ്വദിച്ചു. സാറാ ജോസഫിന്റെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അലാഹയുടെ പെൺമക്കൾ, അതിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പഴയ മംഗളോദയം ക്ഷയിച്ചു. മുണ്ടശ്ശേരിയുടെ മകൻ തോമസ് ചെറിയ തോതിൽ കറന്റ് ബുക്സ് ആരംഭിച്ചപ്പോൾ എൻ്റെ ഒരു കഥാസമാഹാരം പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞു തന്നു. 4ാമത്തെ സമാഹാരമായ നിന്റെ ഓർമ്മയ്ക്ക് MV ദേവന്റെ മുഖചിത്രം. പിന്നീട് എൻ്റെ പല പുസ്തകങ്ങളും തോമസിന്റെ കറന്റിലൂടെയാണ് വന്നത്. നഗരവുമായുള്ള എൻ്റെ ബന്ധം വർദ്ധിക്കുന്നത് കറന്റ് തോമസിലൂടെയാണ്. കറന്റ് ബുക്സ് അതിൻ്റെ ഓണറായിരുന്നു തോമസ്. പ്രസാധകൻ രക്ഷാകർത്താവാകുന്ന പഴയ തൃശ്ശൂർ പാരമ്പര്യം തോമസിലും ഉണ്ടായിരുന്നു. കോഴിക്കോട്ട് വരുമ്പോഴൊക്കെ നിർബന്ധിക്കും, നീ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി ഒരു വീടുണ്ടാക്ക്. ഒരു തൃശ്ശൂർക്കാരൻ സുഹൃത്ത് പറഞ്ഞു, എൻ്റെ 50 സെന്റ് സ്ഥലത്തിന് ആളെ കണ്ടുപിടിച്ചോ, നിനക്ക് വേണ്ട 10 സെന്റിന് എനിക്ക് ചിലവായത് തന്നാൽ മതി, ലാഭം വേണ്ട. ഇപ്പോൾ ഒരു 50 സെന്റ് വിൽക്കാനുണ്ട്, അത് ആളെ കണ്ടുപിടിച്ചാൽ നിനക്ക് ഒരു 10 സെന്റ് അതിൽ നിന്ന് തന്നാൽ മതി, അതിൽ ലാഭം എനിക്ക് വേണ്ട. പോപ്പുലർ ചാക്കുണ്ണി P. ഭാസ്കരന്റെ സുഹൃത്ത് എന്ന നിലയ്ക്കാണ് ചാക്കുണ്ണിയെ പരിചയപ്പെടുന്നത്. അദ്ദേഹം അകാലത്തിൽ മരിച്ചു. സ്ഥലം തോമസ് ശരിവെക്കുന്നു. മരാമത്തിൽ ഒരു വിദഗ്ധനാണെന്ന് അവകാശപ്പെട്ടിരുന്ന തോമസ് പ്ലാൻ അംഗീകരിക്കുന്നു. എൻ്റെ റോയൽറ്റി സാധ്യതകൾ കണക്കുകൂട്ടി 2 കൊല്ലം കൊണ്ട് ഘട്ടം ഘട്ടമായി വീട് പണിയാൻ നിശ്ചയിക്കുന്നതും തോമസ് തന്നെ. അങ്ങനെ തൃശ്ശൂർ ഒരു വീട് പണിയാനായിട്ട് തീരുമാനിക്കുകയാണ്. തോമസ് അതിനെ സഹായിക്കുകയാണ്. പിന്നെ പുസ്തകങ്ങൾ എഴുതുന്നതിൻ്റെ റോയൽറ്റി ഇനത്തിൽ പൈസ കുറേശ്ശെയായിട്ട് അതിലേക്ക് കിട്ടും. പ്രസാധന രംഗത്ത് നിന്ന് ക്രമത്തിൽ മറ്റു വ്യാപാര മേഖലയിലേക്ക് തോമസ് മാറിയപ്പോൾ ഞാൻ വിഷമിച്ചു. പ്രസാധന രംഗത്ത് നിന്നും മാറി വേറെ ബിസിനസ് കാര്യത്തിലേക്ക് തോമസ് പോവുകയാണ്. അപ്പോൾ ബുക്കുകൾ പബ്ലിഷ് ചെയ്യാതെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് പൈസ കിട്ടില്ല. റോയൽറ്റി കണക്ക് അവസാനിച്ചു എന്ന കുറിപ്പോടെ ചെറിയൊരു ചെക്കും ചെയ്ത് തോമസിന്റെ ഓഫീസിൽ നിന്ന് ഒരു കത്ത് വന്നപ്പോൾ ഞാൻ തരിച്ചിരുന്നു പോയി. അങ്ങനെ തോമസ് വേറെ ബിസിനസ്സിലേക്കൊക്കെ പോയപ്പോൾ തൻ്റെ പ്രസാധനം അവിടെ മുടങ്ങിപ്പോയി. എന്നിട്ട് ഒരു ചെറിയൊരു തുകയുടെ ചെക്കും തന്നിട്ട് പ്രസാധനം അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു കത്ത് വന്നപ്പോൾ തരിച്ചിരുന്നു പോയി. വീട് പണിയൊക്കെ തുടങ്ങിയിരിക്കുകയാണ്, അതിലേക്ക് ഇനി പൈസ വേണം, എല്ലാം മുടങ്ങി പോകുമല്ലോ എന്ന് സങ്കടമായി. അന്വേഷിച്ചപ്പോൾ തോമസ് ആന്ധ്രയിലെങ്ങോ ബിസിനസ് കാര്യത്തിന് സഞ്ചരിക്കുകയാണ്. പുസ്തകങ്ങൾക്ക് പുതിയ വീടുകൾ കണ്ടെത്തേണ്ട അവസ്ഥ. ഇഷ്ടമില്ലാത്ത പലയിടങ്ങളിലേക്കും മക്കളെ പറഞ്ഞയക്കേണ്ടി വന്നു. ഇനി എൻ്റെ പുസ്തകങ്ങളൊക്കെ എവിടെയാണ് പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞ് ഇഷ്ടമില്ലാത്ത പലരെയും സമീപിക്കേണ്ടതായിട്ട് വന്നു. മകൻ പെപ്പിൻ പ്രസാധനം ആരംഭിക്കുന്നു. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തോമസിന്റെ മകൻ പെപ്പിൻ പ്രസാധനം ആരംഭിക്കുന്നു. വേണ്ടത് ചെയ്യണമെന്ന് പറഞ്ഞ് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം പെപ്പിൻ എന്നത് ഒരു പബ്ലിക്കേഷനാണ്, തോമസിന്റെ മകനാണ് ആരംഭിച്ചത്. വർഷങ്ങൾക്ക് ശേഷം തോമസിന്റെ പത്നി സാറാമ്മ ആവശ്യപ്പെടുന്നു. ഞാൻ സംശയിച്ചു, ആലോചിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തി. പുസ്തകങ്ങൾ ഒരു ഘട്ടത്തിൽ അനാഥമായി തീർന്ന ഓർമ്മ മനസ്സിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ തോമസിന്റെ മകൻ വീണ്ടും അവിടെ പ്രസാധനം ആരംഭിച്ചപ്പോൾ ഭാര്യ സാറാമ്മ വീണ്ടും വിളിച്ചു. പക്ഷെ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം ഇങ്ങനെ പറ്റിയതാണല്ലോ, അതുകൊണ്ട് ഇനിയും അങ്ങനെ പറ്റരുത് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞു.
തികഞ്ഞ ഗൗരവത്തിൽ പ്രസാധന സ്ഥാപനം കൊണ്ടു നടക്കുമെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ വഴങ്ങി. പറന്നകന്ന വളർത്തു പ്രാവുകൾ തിരിച്ചെത്തും പോലെ പഴയ കറന്റ് പ്രസിദ്ധീകരണങ്ങൾ ഓരോന്നായി തൃശ്ശൂരിൽ മടങ്ങിയെത്തി. അപ്പോൾ പറന്നു കൂട്ടിന്ന് പറന്നു പോയ ആ പക്ഷികളെ പോലെ വീണ്ടും പഴയ പുസ്തകങ്ങളൊക്കെ വീണ്ടും വീണ്ടും വന്നു തുടങ്ങി. അക്കാദമിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് കേട്ടപ്പോൾ മംഗലാപുരത്ത് നിന്ന് കഥാകൃത്തും പ്രിയ സുഹൃത്തുമായ സേതു എഴുതി. അക്കാദമിയുടെ പ്രസിഡന്റായിട്ട് ഇരുന്നിട്ടുണ്ട് അല്ലെ. ഞാൻ 3 കൊല്ലം അക്കാദമിയിലുണ്ടായിരുന്നു. അക്കാലത്ത് തോന്നിയത് അങ്ങാടിയിലൂടെ നടന്നു പോകുന്നവർക്കെല്ലാം ഒരു കല്ലെടുത്ത് അക്കാദമിക്ക് നേരെ എറിഞ്ഞില്ലെങ്കിൽ ദിവസം പൂർണ്ണമാകില്ല എന്നാണ്. അക്കാദമിയെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഒരു കല്ലെടുത്ത് എറിയാന്ന് പറഞ്ഞാൽ സാഹിത്യ അക്കാദമിയുടെ നേരെ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞില്ലെങ്കിൽ ആർക്കും ഉറക്കം വരില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു രീതി. അതുകൊണ്ട് സൂക്ഷിക്കുക എന്നാണ് അന്ന് തോന്നിയിരുന്നത്. പക്ഷേ ഈ നഗരത്തെ അക്കാദമികളുടെയോ പൂരക്കാഴ്ചകളുടെയോ പേരിലല്ല ഞാൻ സ്നേഹിക്കുന്നത്. ഭംഗിയായി അച്ചടിച്ച എൻ്റെ ഒരു പുസ്തകം കണ്ണാടിക്കൂട്ടിൽ നിന്ന് ലോകത്തെ നോക്കി മന്ദഹസിച്ചത് ആദ്യമായി അവിടുത്തെ ഒരു ചെറിയ ബുക്ക് സ്റ്റാളിൽ നിന്നായിരുന്നു. മംഗളോദയം അല്ലേ, ആ ചെറിയ തൃശ്ശൂരാണ് ആദ്യമായി അദ്ദേഹത്തിൻ്റെ പുസ്തകം അച്ചടിച്ചത്. ഒരു കണ്ണാടിക്കൂട്ടിൽ നിന്ന് തൻ്റെ പുസ്തകം ഇരുന്ന് ചിരിച്ചത് ആദ്യം തൃശ്ശൂരാണ്. അതുകൊണ്ട് തൃശ്ശൂരിൻ്റെ ആ ഒരു സ്വർണ്ണക്കാഴ്ചയിലോ പൂരക്കാഴ്ചയിലോ അല്ല ഞാൻ മയങ്ങുന്നത്, അക്കാദമിയുടെ പേരിലും അല്ല. എൻ്റെ പുസ്തകം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് തൃശ്ശൂരിലാണ്. ആളൊഴിഞ്ഞ നേരത്ത് തേക്കിൻകാട് മൈതാനത്തിലെ നിഴൽപ്പാടുകളിൽ തകഴിയും ചങ്ങമ്പുഴയും ബഷീറും മുണ്ടശ്ശേരിയും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നില്ലേ? വാക്കിനു മീതെ വയ്ക്കാൻ പറ്റിയ വാക്കുകൾ തേടിക്കൊണ്ട് നടന്നവരുടെ നിഴലുകൾ കാലത്തിന്റെ അകലങ്ങളിലേക്ക് വിളക്കുകാലുകൾക്ക് കീഴെ ഞാൻ ഇപ്പോഴും കാണുന്നു. അത് അന്നത്തെ തകഴിയും മുണ്ടശ്ശേരിയും ബഷീറും ഒക്കെ ഇരുന്ന് സാഹിത്യ ചർച്ചകൾ നടത്തിയിരുന്നത്, മറ്റു കുശലാന്വേഷണങ്ങൾ നടത്തിയിരുന്നത് തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനത്തിലാണ്. ഇന്നും ധാരാളം സാഹിത്യകാരന്മാർ തേക്കിൻകാട് മൈതാനത്തിലെത്തുന്നു, സംസാരിച്ചിരിക്കുന്നു, സംവാദങ്ങൾ നടത്തുന്നു. സാഹിത്യ അക്കാദമിയിലും അപ്പന്തമ്പുര സ്മാരകത്തിലുമെല്ലാം സാഹിത്യ സംവാദങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്നു. ഇന്നും മാറ്റമില്ലാതെ ഒരു സാംസ്കാരിക നഗരമായി തൃശ്ശൂർ ഇപ്പോഴും നമ്മുടെ മുന്നിൽ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് അഭിമാനിക്കാം, തൃശ്ശൂർ നമ്മുടെ നഗരമാണ് എന്ന്. അപ്പോൾ അമ്മയ്ക്ക് എന്ന ഓർമ്മക്കുറിപ്പ്, ഇതിൻ്റെ തുടക്കത്തിൽ വാക്കുകൾ വെച്ച് അതിനൊരു വാക്യമാക്കി തീർക്കുന്ന സുന്ദരമായ എഴുത്തിലേക്ക് കടക്കുന്ന ഒരു MTA ആണ്. ഇപ്പോഴും MTA എഴുത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ അമ്മയ്ക്ക് എന്ന കുറിപ്പ് അവസാനിക്കുന്നതും വാക്കുകൾ കൂട്ടിവെക്കുന്ന പല എഴുത്തുകാരെക്കുറിച്ചും അവരുടെ സംവാദങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്നുള്ള ഈ പുസ്തകം, ഉപപാഠപുസ്തകം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളിത് വീണ്ടും വീണ്ടും വായിക്കുക. ഇപ്പോൾ ഇത് വായിച്ചില്ലെങ്കിൽ പിന്നീട് വായിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്ന് വരും. പ്രത്യേകിച്ച് +2 ആണ്. സയൻസ് ഗ്രൂപ്പുകാർക്ക് ലാബ് പരീക്ഷകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ലാബ് പഠിക്കേണ്ട സമയം വരും. അപ്പോഴൊന്നും മലയാളത്തിൻ്റെ ഈ പുസ്തകം പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടില്ല. ഇപ്പോൾ തന്നെ അത് പഠിച്ചു വയ്ക്കുക. ഉള്ള സമയം നല്ല ഭംഗിയായി തന്നെ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രമാത്രം. ഇതിൻ്റെ നോട്ട്സ് എഴുതി എനിക്ക് നോട്ട്സ് എഴുതിയെടുത്ത് എനിക്ക് കാണിച്ചു തരണം. കുറിപ്പുകൾ എഴുതി വയ്ക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.